ഹാബീൽ എന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചിരിക്കും, ട്രംപ് ഞാൻ എന്നെ കൊന്നിരിക്കും, ഞാൻ കമ്മിറ്റിയിലുണ്ടാവും, നടക്കൂല അങ്ങനല്ല. അത് ഭയങ്കര കാബീലിസം എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ ഈ ദാഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ വർത്താനം, എല്ലാ വർത്താനവും കാബീലിസത്തിലുണ്ടാവും. ഈ കാബീലും ഹാബീലും ഒരു കുർബാന വെച്ചിട്ട് പറഞ്ഞാല് അള്ളാഹ്ക്ക് ഒരു ഇബാദത്ത് ചെയ്യാന്നുള്ളത്. ഹാബീൽ എന്ന് പറഞ്ഞാൽ നല്ല ധർമ്മിഷ്ഠനാണ്, ഉള്ളതൊക്കെ കൊടുക്കും. നാലത്താടിച്ച ഒരു ആടിനെ വെച്ചിട്ട് അവിടെ വെച്ച്, അത് എവിടെ വെച്ചെന്ന് വെച്ചാല് ഡമസ്കസിലെ ഒരു പർവ്വതത്തിലെ വെക്കണത്. അവിടുന്നാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ പുറപ്പെട്ടത്. ആ കപ്പൽ നങ്കൂരിട്ടത് ജൂബി പർവ്വതത്തിലാണെങ്കിലും പുറപ്പെട്ട് സ്റ്റാർട്ടിങ് ഡിപ്പാർട്ടർ സ്റ്റേഷൻ അതാണ്. അതിന്റെ തൊട്ടടുപ്പുറത്തെ പള്ളിയിൽ ഈസാ നബി അലൈഹി സ്വലാം ലാസ്റ്റ് കാലത്ത് ഇറങ്ങി വരിക. ആ സ്ഥലത്ത് വെച്ചപ്പോൾ അത് അള്ളാഹു ഉയർത്തി. കാബീൽ എന്ന് പറഞ്ഞ ഒരു പിശുക്കനാണ്. കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ല, കൊടുക്കണ്ട ഏറ്റെടുത്തിട്ടൊക്കെ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കുറച്ച് അരിപ്പൊടി കൊടുത്തു. അത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അതിന്റെ ദേഷ്യം മൂപ്പരോട് തീർക്കണം. ലത്തുലന്നക ഞാൻ കൊന്നിരിക്കുന്നു. ശരിക്കും മൂപ്പര് ചെയ്യേണ്ടത് എൻ്റെ ഈ ഭാഗത്ത് സ്വീകരിച്ചിട്ടില്ലല്ലോ, എൻ്റെ സഹോദരൻ്റെതല്ലേ സ്വീകരിച്ചിട്ടുള്ളൂ, ഞാനൊന്ന് നന്നാവണം എന്നൊക്കെ ചിന്തിക്കേ വേണ്ടത്. മൂപ്പര് തിരിച്ചാ ചിന്തിച്ചത്, അസൂയ. അങ്ങനെ കൊന്നു. കുറേ ദിവസം 20ഓ 40ഓ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടല്ലോ, നടന്ന് ഇതെവിടെയാണ് മറമാടേണ്ടതെന്ന് തിരിയുന്നില്ല. അങ്ങനെയാണ് അള്ളാഹു 2 കാക്കനെ, ഖുർആനിലുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. 2 കാക്ക മീൻസ് പറക്കുന്ന കാക്ക കേട്ടോ, CROW. മലപ്പുറം ജില്ലയിൽ കാക്ക എന്ന് പറയുക ഏട്ടന് ആ കാക്ക അല്ല, സാധാ കാക്ക പറക്കുന്ന. ആ 2 കാക്ക ഒന്ന് കൊത്തിയിട്ട് മറ്റേനെ കൊന്ന്, എന്നിട്ട് മറ്റേ കൊലപാതകം നടത്തിയ കാക്ക പൊക്കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കബർ വഹിച്ച് അങ്ങനെ കബറടക്കി. ഈ കബറിന്റെ ഉസ്താദ് ശരിക്കും കാക്കയാണ്. അങ്ങനെയാണ് കബറടക്കുന്നത്. അന്ന് ഉയർത്തിയ ആടിനെയാണ് ഏകദേശം 4500 കൊല്ലം കഴിഞ്ഞിട്ട് ഇറക്കുന്നത്. കാരണം നിങ്ങളൊരു ഈമാനുള്ള മനുഷ്യൻ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന് ടീം ആക്രമിക്കും എന്ന് കണ്ട് ഉറപ്പായപ്പോൾ നാട് വിടുന്നുണ്ട്. നാട് വിട്ടപ്പോൾ കിബ്തിയാക്കൾ എന്ന ബനു ഇസ്രായേലിന്റെ ശത്രുക്കൾ ഫിറഔന്റെ നേതൃത്വത്തിൽ 10,000+ ആൾക്കാർ, മെമ്പർമാര് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്നു. മുമ്പിൽ കടല്, സമുദ്രം, ബേക്കിൽ ഈ ശത്രുക്കൾ. ഇനി എന്താ ചെയ്യുക? മൂസാ നബിക്ക് ഇനി ജീവിക്കാൻ ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് ആ ടീം പറയണത്, ഇന്നാല മുതറക്കൂൻ, ഇപ്പം നമ്മളെ പിടിക്കൂ. ഒന്നിച്ചുള്ള ടീമിന് വോൾട്ടേജും ഇല്ല. അങ്ങനെയുണ്ട് ചില ടീം റാലി നടത്തിയിട്ട് പാനൂർ ടൗണിലെത്തിയിട്ട് മഴ പെയ്യുമ്പോൾ നടക്കല് ബോറാന്നല്ലെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടം പറയണം. അത് ഒരിക്കലും പറയാൻ പാടില്ല. ഒരു കാര്യം നമ്മളെല്ലാവരും കൂടി ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊരു ഈ